സെൻട്രൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പീഡിയാട്രിക് ഹോസ്പിറ്റലിന് മുന്നിലാണ് നമ്മളിപ്പോൾ കറൻലി നിൽക്കുന്നത്. ഇസ്തിക്ലോൾ എന്നാണ് ഈ ഹോസ്പിറ്റൽ നെയിം വരുന്നത്. നമ്മുടെ ഒത്തിരി സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഈ യൂണിവേഴ്സിറ്റി ഒന്ന് നമുക്ക് ഫുള്ളായിട്ട് നമുക്കൊന്ന് നോക്കാം. ഈ യൂണിവേഴ്സിറ്റി മൊത്തം ഒരു 25 ഏക്കേഴ്സിലാണ് വരുന്നത്. അത്രയും വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്. പീഡിയാട്രിക്സിന് മാത്രമായിട്ട് സെൻട്രൽ ഏഷ്യയിൽ ഇത്രയും വലിയൊരു വേറൊരു ഹോസ്പിറ്റൽ വരുന്നില്ല. അപ്പോൾ ഇവരുടെ ബ്ലോക്ക് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 to 8 ബ്ലോക്സ് ഉണ്ട്. അതിൽ A, 1B, 1C എന്നുള്ള രീതിയിൽ മൊത്തം 38 ബിൽഡിങ്സ് വരുന്ന ബ്ലോക്സ് ആണ്. അതിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും വരുന്നത് ഓരോ സ്പെഷ്യലൈസിങ് ആണ്. ഒന്ന് സർജറി വരുന്നുണ്ട്, ഒന്ന് ഓൺകോളജി വരുന്നുണ്ട്. ഓരോ ഇയറിൽ നമുക്ക് ഡിഫറെൻറ്റ് സ്ഥലത്തായിരിക്കും ക്ലാസ് വരുന്നത്. നമ്മളിപ്പോൾ നമ്പർ നോക്കുകയാണെങ്കിൽ നമ്പർ ഫസ്റ്റ് ബ്ലോക്ക് ഇവിടെ ഉണ്ട്. സെക്കൻഡ് ബ്ലോക്കാണ് ഈ മെയിൻ ബിൽഡിംഗ് വരുന്നത്. അതിൽ ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 3A കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ബ്ലോക്സ് ഇതിൻ്റെ ബാക്കിലോട്ടായിരിക്കും 1A, 1B, 1C എന്നുള്ള രീതിയിൽ ലെഫ്റ്റിൽ കൂടെയും റൈറ്റിൽ കൂടെയും എൻട്രൻസ് ഉണ്ട്. ആ ഒരു എൻട്രൻസ് വഴിയാണ് കുട്ടികൾ അവരുടെ ക്ലാസ്സിന് പോകുന്നത്. സെൻട്രൽ ഏഷ്യയിൽ ഇപ്പോൾ നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ അങ്ങനത്തെ എല്ലാ കൺട്രീസിൽ നിന്നും സെൻട്രൽ ഏഷ്യൻ പീഡിയാട്രിക്കിന് കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് വരുന്നൊരു ഹോസ്പിറ്റൽ ഇതാണ്. കാരണം ഇവിടെ റിസർച്ച് സെൻ്ററാണ് ഇത് വരുന്നത്. ഓൺകോളജി ആകട്ടെ, ചൈൽഡ് ഹെൽത്ത് ആവട്ടെ, അങ്ങനത്തെ എല്ലാത്തിനും ഉള്ളൊരു റിസർച്ച് സെൻ്ററാണ്. ഇവിടെ ബോത്ത് നമ്മുടെ ഫോറിൻ സ്റ്റുഡൻസും പഠിക്കുന്നുണ്ട്, ഇവിടുത്തെ നേറ്റീവ്സും പഠിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഫസ്റ്റ് 1A എന്നുള്ള ഒരു ബ്ലോക്കിൻ്റെ അത് നമുക്ക് എൻ്റർ ചെയ്യാം. മെയിൻലി ഇവിടെ വരുമ്പോൾ നമുക്ക് ബാഹിയിലിടണം. ബാഹിൽ എന്ന് പറയുന്നത് നമ്മുടെ ഷൂസിലിടുന്നൊരു കവറാണ്. ഇത് ക്ലെൻലിനെസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇതിടുന്നത്. ബാഹിയിലിട്ടിട്ട് മാത്രമേ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മൾ ഈ ബാഹയിൽ വേസ്റ്റിലിടുന്ന സ്പേസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് അകത്തോട്ട് പോവുകയാണ്. നമുക്ക് ഫാർമസിയാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവരുടേതായ ഒരു ഫാർമസി ഉണ്ടാവും ഓരോ ബ്ലോക്സിനും. ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു മെയിനായിട്ടൊരു ആളാണ്. നോമിഷമോ മർഹബോ അമ്മി ചാൻസ് ഓൾ ഷോദോ സീജ ദാസ് ഓൾ ഷോദോ 10 കൊല്ലമായിട്ട് ഇവരിവിടെ ജോലി ചെയ്യുന്നവരാണ്. ഇതിവിടുത്തെ ലോക്കൽ ലാംഗ്വേജിൽ സംസാരിക്കുന്നതാണ്. നമ്മുടെ ഇൻ്റർനാഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും. ഇവരിവിടുത്തെ തജിക്ക് സംസാരിക്കുന്ന ആൾക്കാർ. തജിക്ക് എന്ന് പറയുന്ന ഭാഷയാണ് വരുന്നത്. 10 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ദാസ് ഓൾ ഷുദ ഇജ 10 വർഷമായിട്ട് ഇവിടെ അവർ വർക്ക് ചെയ്യുന്നവരാ. അപ്പോൾ അത്ര എക്സ്പീരിയൻസും കാര്യങ്ങളും അവർക്കുണ്ടാവും. നമുക്ക് ഉള്ളിലോട്ട് പോവാം. റഹ്മത്ത് അപ്പാജ. അപ്പം ഇതിൽ ഇവിടെ റിസപ്ഷനാണ് വരുന്നത്. ഈ മുകളിൽ എഴുതിയിരിക്കുന്നതെല്ലാം ഇവിടുത്തെ ഓരോ ടൈം ടേബിൾ രീതിയിലുള്ള ഷെഡ്യൂൾസാണ്. അവരുടെ സ്റ്റാഫുകളുടെ ഷെഡ്യൂൾസാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഓരോരോ ക്യാബിനറ്റ്സ് വരുന്നുണ്ട്. ഇപ്പം 115, 114 ഇതെല്ലാം ഓരോ ഡോക്ടേഴ്സിൻ്റെ ക്യാബിനാണ്. ഓരോ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സിൻ്റെ ക്യാബിനാണ്. മെയിൻലി സ്റ്റുഡൻസിന് ക്ലാസ് വരുമ്പോൾ ഇപ്പോൾ ഒരു ടീച്ചേഴ്സ് ടീച്ച് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഒരു ടീച്ചർ അവരൊരു പീഡിയാട്രിക്സിൻ്റെ മെയിൻ ടീച്ചറാണെങ്കിൽ അവർ ടീച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ ക്യാബിൻ എവിടെയാണോ ആ ക്യാബിൻ്റെ കൂടെ അല്ലെങ്കിൽ ക്യാബിൻ്റെ തൊട്ടടുത്ത് അവർക്കൊരു 15 to 20 സ്റ്റുഡൻസിനെ ബെയർ ചെയ്യാനുള്ളൊരു ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ്സിൽ വെച്ചിട്ടായിരിക്കും ഇവരുടെ കോച്ചിങ്ങും കാര്യങ്ങളും ക്ലിനിക്സും. ഇതെന്താ ഇങ്ങനെ വരുന്നതിനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നാൽ മാത്രമേ ആ ടീച്ചേഴ്സിൻ്റെ പേഷ്യൻസിനെ ഇവർക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഫ്രം ഫസ്റ്റ് ഇയർ ഓൺവേർഡ്സ് കാണിച്ചു കൊടുത്ത് ഇവർക്കൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ക്ലിനിക്കൽ എക്സ്പോഷർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ബ്ലോക്കിലോട്ട് നമുക്ക് എൻ്റർ ചെയ്യാം. ഓ റഹ്മാൻ, ഇതിവിടെ ഒരു കൾച്ചറാണ്. ഇവിടുത്തെ ഒരു ആചാരമായിട്ട് ഒരു കൾട്ടിവേഷൻ സീസണിൽ ഒരു തൊപ്പി വെക്കാൻ വേണ്ടിയിട്ട് ഇവർ വെക്കുന്നതാണ്. ഒരു ഹാപ്പിനെസ്സിൻ്റെ ഭാഗമായിട്ട് വെച്ചാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നന്ദി പറയാം റഹ്മത്ത് അപ്പ ജോൺ. അപ്പോൾ നമുക്ക് ക്യാപ്പോട് വെക്കാം. ഇത് ഇവിടുത്തെ ഒരു ഷോ പീസായിട്ട് ഒരു വെച്ചിരിക്കുന്നത്. ഇതങ്ങനെ എടുത്തിട്ട് പോകാനൊന്നും പറ്റത്തില്ല. നമ്മളപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബക്കയിൽ നമ്മൾ നേരത്തെ ഇട്ട ബക്കയിൽ നമ്മൾ വേസ്റ്റ് ബിൻ ഇടുകയാണ്. ഇവിടുത്തെ സിസ്റ്റം ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി യൂണിവേഴ്സിറ്റിയുടെ നെക്സ്റ്റ് ബ്ലോക്കിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലൊരു ആദ്യത്തെ സെക്ഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഇനി ഉള്ളിലോട്ട് നമ്മൾ പോയി നോക്കുകയാണ്. നെക്സ്റ്റ് സെക്ഷനിലോട്ടും ഈ നെക്സ്റ്റ് വരുന്ന ബ്ലോക്സിലോട്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇപ്പോൾ നമ്മൾ കറൻലി നിൽക്കുന്നത് 3A ഫ്രണ്ടിലാണ്. നെക്സ്റ്റ് വരുന്നത് 3B ആണ്. ഇങ്ങനെ ഓരോ ബ്ലോക്കിൻ്റെ ഫ്രണ്ടിലും നമുക്ക് മെഡിക്കൽ ഷോപ്സ് കാണാം. എന്തുകൊണ്ടാണ് ഈ മെഡിക്കൽ ഷോപ്സ് വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ ന്യൂറോ സർജറി, അപ്പോൾ ന്യൂറോ സർജറി ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് കിട്ടാൻ അതാത് ഡിപ്പാർട്ട്മെൻറ്റിലെ മെഡിക്കൽ ഷോപ്സിലായിരിക്കും അല്ലെങ്കിൽ ദോറുഹോനയിലായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെയും ഓരോ പുതുതായിട്ടുള്ള ദോറുഹോനുള്ള. ജസ്റ്റ് നമുക്കൊന്ന് ദോറുഹോനകത്തൊന്ന് കയറാം.
നമുക്ക് എന്തൊക്കെ മെഡിസിൻസോ കാര്യങ്ങൾ ഇന്ത്യൻ മെഡിസിൻസോ അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഡോർ റൂമിനകത്ത് കയറാം. ഇവിടെ മെഡിസിൻസ് കാര്യങ്ങളൊക്കെയാണ്, തിരക്കാണ്. നമ്മുടെ ജോൺസൺസ് ബേബിയുടെ ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ കാണാത്ത പോലത്തെ ഓയിൽസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ കുട്ടികളുടെ മീൻസ് അവരുടെ നിപ്പിൾസ് കാര്യങ്ങൾ, ജസ്റ്റ് വാട്ടേഴ്സ്, ഇങ്ങനത്തെ കുറച്ച് മീൻസ് പ്രോട്ടീൻ പൗഡേഴ്സ്, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ജസ്റ്റ് കാണുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് പുറത്തോട്ട് പോകും. റഹ്മത്ത് അക്ക ജോൺ. അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് ഇറങ്ങി. നെക്സ്റ്റ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഇതൊരു പാർക്ക് പോലത്തെ ഒരു ഏരിയ ആണ്. വളരെ കാമായിട്ട് കുട്ടികൾക്കിപ്പോൾ അവരുടെ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് അവർക്ക് വന്നിരിക്കാനും അവരുടെ ഇൻ ബിറ്റ്വീൻ ബ്രേക്സിനൊക്കെ വന്നിരിക്കാനും ലഞ്ച് കഴിക്കാനൊക്കെ അവർ സ്ഥിരം വരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നാട്ടിലെ പോലെയല്ല, ഒരു ക്യൂറിങ് ആയിട്ട് വരുന്നൊരു ഹോസ്പിറ്റലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു നേച്ചറാണെങ്കിലും അങ്ങനെയാണ് ഈ ഹോസ്പിറ്റലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പോവാം. എനിക്ക് തോന്നുന്നു അഭിജിത്തെ നമ്മുടെ സ്റ്റുഡൻസ് ആണോ അവിടെ, ഇന്ത്യൻ സ്റ്റുഡൻസ് ആണോ അവിടെ ഉള്ളത്? നോക്കിക്കേ, സെക്കൻഡ് ഇയേഴ്സും ഫസ്റ്റ് ഇയേഴ്സൊക്കെ ആണോ? നമുക്കത് അങ്ങോട്ട് പോവാം. അവർക്ക് നമ്മൾ വന്ന കാര്യം അറിയത്തില്ല, നമുക്ക് എങ്ങനെയാണ് അവർ റിയാക്ട് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് നോക്കാം. ഹലോ, സെക്കൻഡ് ഇയേഴ്സ് എന്താ ഫസ്റ്റ് ഇയേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നേ? എന്തുണ്ട് വിശേഷമൊക്കെ? ഞാൻ 2 ദിവസമായി വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു സ്റ്റുഡൻസിനൊക്കെ ഇതൊന്ന് നിങ്ങളുടെ യൂണിവേഴ്സിറ്റീസൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നു. നിങ്ങളെന്ത് ബാക്കിയുള്ള കുട്ടികളൊക്കെ എവിടെ? നിങ്ങളെന്താ ഡൗട്ട് ക്ലിയറിങ് കാര്യങ്ങളൊക്കെയാണോ? ഓക്കെ, എനിക്ക് വയ്യ. സ്റ്റുഡൻസ് ഒക്കെ നല്ല പഠിത്തമാണല്ലോ. ഫസ്റ്റ് ഇയറിൽ അപ്പം ഫസ്റ്റ് ഓടെ നമുക്ക് FMG ഒക്കെ കിട്ടുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും ശ്രമിക്കുമെന്നോ? ഉറപ്പായും കിട്ടും അല്ലേ? എന്തായിരുന്നു ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തോ? സെക്കൻഡ് ഇയേഴ്സ് എങ്ങനെയുണ്ട്? നല്ല ഇപ്പൊ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് വന്നതേ. നല്ലോണം പറഞ്ഞു. റാഗിംഗ് ഒക്കെ ഉണ്ടോ? അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പം ഡൗട്ട് ക്ലിയർ ചെയ്താണോ സീനിയേഴ്സ്? ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നേ. എന്തായിരുന്നു ഡൗട്ട് വന്നത്? TB റിലേറ്റഡ് ആയിട്ടുള്ള അത് ചോദിച്ചത്. പറഞ്ഞു കൊടുത്തോ ഷഫ്ന? ഓക്കെ, എന്താ പറഞ്ഞു കൊടുത്തോ ഷഫ്ന? ഞാന് TB കുട്ടികൾക്കൊക്കെ വരുന്നുണ്ട്, അതിനെ കുറിച്ച് 2 മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാൽ TB അത് പോകുന്നില്ല, അങ്ങനൊക്കെ കുറച്ച് ഡൗട്ട്സ് ആയിരുന്നു. നിങ്ങൾക്ക് എന്നും ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലേ ക്ലാസ്സിൽ? ഓക്കെ, അതിന് നിങ്ങൾക്ക് മാർക്സും ഇടുന്ന രീതിയിലായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ബാക്കി സ്റ്റുഡൻസ് ഒക്കെ ഓൾറെഡി ഹോസ്റ്റലിലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മള് കുറച്ച് നിങ്ങൾ നോമ്പായിട്ടാണോ ഇവിടെ? വെയിലൊന്ന് കുറഞ്ഞിട്ട് പോവാന്നുള്ള രീതിക്ക് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ബാക്കി യൂണിവേഴ്സിറ്റി അങ്ങോട്ടൊന്ന് പോയാലോ? എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ട്, നിങ്ങളും ജോയിൻ ചെയ്താല്. ഓക്കെ പിള്ളേരെ പോവാം. നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തൊക്കെ ഫുഡ് കിട്ടും? എക്സ്ട്രാ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അത്താഴത്തിന് വേറെ പ്രിപ്പയർ ചെയ്ത് കിട്ടും. നോമ്പ് തുറക്കുന്ന സമയത്ത് ഓക്കെ, എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ അല്ല നോമ്പ് എടുക്കുന്നവർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ? അപ്പൊ നോമ്പ് എടുക്കുന്ന എല്ലാവരും കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുസ്ലിംസിനല്ല, എല്ലാ ഫ്രണ്ട്സായിട്ട് നോമ്പ് എടുക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഫ്രൂട്ട്സും കാര്യങ്ങളും ജ്യൂസും എല്ലാം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവര് പറയും ഇവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. ഇവിടെ ഇപ്പോ ഈ ഹോസ്പിറ്റൽ കണ്ടിരുന്നെ ഭയങ്കര വലിയ ബിൽഡിങ് നോക്കിയ ഒരു റിച്ച് ഫീൽ ഉണ്ട്. ഒരു കൊട്ടാരം പോലത്തെ ആ ഒരു വൈബിലാണ് ഇവിടെ ഉള്ളത്. ഹോസ്പിറ്റലാന്ന് തന്നെ കണ്ടാൽ തോന്നൂല. പക്ഷെ ഇവിടെ കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇതിപ്പോ പീഡിയാട്രിക്സിന്റെ ആണെങ്കിലും 32 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവിടെ. ഓരോ സ്പെഷ്യാലിറ്റി റൂംസ് ഉണ്ട്. അതായത് നമ്മളിപ്പോ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാല് അവരിപ്പോ ഒരു എന്തെങ്കിലും ബോൺ ഫ്രാക്ചറോ അങ്ങനെയാണ് വന്നതെങ്കിൽ നമുക്കൊരു ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് കുട്ടീനെ അയക്കാം. സ്പെഷ്യൽ കെയർ നമുക്ക് കൊടുക്കാം ആ കുട്ടിക്ക്. ആ ഒരു ടൈമിൽ നമുക്ക് ഒരു ചെറിയ ടൈമിൽ നമുക്ക് ആ കുട്ടിക്ക് നല്ലൊരു കെയർ കൊടുക്കാൻ പറ്റും. അത് ഒരു ബെനിഫിറ്റ് ആയിട്ട് ഞാൻ ഇവിടെ കാണുന്നു. പിന്നെ ഇവിടെ പഠിക്കാൻ പറ്റിയത് തന്നെ ഞാൻ ഒരു വലിയ ഭാഗ്യമായിട്ട് കാണും. ഫസ്റ്റ് ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, എബ്രോഡ് അല്ല ഇങ്ങനൊക്കെ നല്ലതുണ്ടായി, ഇത്ര നല്ലതൊക്കെ ഉണ്ടാവും എന്നൊക്കെ നല്ല പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന കണ്ടപ്പോ ശരിക്കും എഡിറ്റിംഗ് ആണെന്ന് വിചാരിച്ചിട്ടാണോ അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ? വന്ന ഫസ്റ്റ് തന്നെ ഇതൊക്കെ കണ്ടപ്പോ നമ്മൾ ഇത് ഹോസ്പിറ്റലാണോ അല്ല വേറെ എന്തെങ്കിലും ബംഗ്ലാവോ വേറെ എന്തെങ്കിലും ആണോ വിചാരിച്ച് ഇവിടെ വന്ന്
ഇങ്ങനെ വിസിറ്റിങ്ങിന് വന്ന സമയത്ത് രാത്രിയായിരുന്നു. അപ്പൊ ഇവിടെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ശരിക്കും ബംഗ്ലാവ് പോലെ തന്നെയായിരുന്നു. നല്ല രസം. അപ്പൊ ഇഷ്ടപ്പെട്ടോ? ഓ, ഓക്കെ. അപ്പം ഇവിടെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അറൌണ്ട് 32 ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം മഫൂമ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ടൈം, അല്ലെ? നമ്മുടെ കയ്യിൽ കുറച്ച് ടൈമേ കാണത്തുള്ളൂ, അതിനുള്ളിൽ നമ്മുടെ പേഷ്യന്റിനെ സേവ് ചെയ്യണം. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം, അതാണല്ലോ നമ്മൾ ഡോക്ടേഴ്സിന്റെ മീനിങ്. നിങ്ങൾ ഇവിടെ വന്നപ്പം എന്തെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടോ? ലൈക്ക് എന്തെങ്കിലും ഒരു ക്രൈസിസ് കണ്ടോ? പെട്ടെന്നൊരു കുട്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്നതും പെട്ടെന്ന് ഡോക്ടേഴ്സ് ചെയ്യുന്ന ഒരു എമർജൻസി സ്റ്റെപ്സോ അങ്ങനെ എന്തെങ്കിലും ഇതുവരെ കാണാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ? ഇവിടെ ഓരോരാൾക്കും ഇപ്പൊ നമ്മുടെ നാട്ടിലായിക്കോട്ടെ എല്ലാത്തിനും മെയിൻ ആയിട്ട് സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവാൻ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വന്നപ്പോ ഞാൻ അറിയുന്നത് ഓരോന്നിനും ഓരോ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇവിടെ വന്നപ്പോ പെട്ടെന്ന് തോള് പറഞ്ഞ പോലെ ഓർത്തോനുണ്ട്, അതുപോലെ എന്താ പറയാ റെസ്പിറേറ്ററിന്റെ ഉണ്ട്, ന്യൂറോൺ ഉണ്ട്, അതിനൊക്കെ പീഡിയാട്രിക്സിന് തന്നെ പല സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അതൊക്കെ പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ എല്ലാത്തിനും പോവാതെ ഒരേ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഭയങ്കര, അതായത് ഏത് അസുഖം കണ്ടുപിടിച്ചിട്ട് ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ അപ്പം തന്നെ സ്വിച്ച് ചെയ്യാം, അല്ലേ? അതല്ലാണ്ട് ഇവിടെ ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലോട്ട് ഒരു റെഫറൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരുന്നില്ല. വിച്ച് മീൻസ് നിങ്ങളൊരു മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നതെന്നുള്ളത്. ഇതാണ് ഒരു മെഡിക്കൽ കോളേജിന്റെ മീനിങ്. ലൈക്ക് എല്ലാ സ്പെഷ്യലൈസേഷനും ഡോക്ടേഴ്സും എല്ലാം ഒരു ഈ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. സോ ഇപ്പം നിങ്ങളിപ്പം പല പല ഡിപ്പാർട്ട്മെന്റ്സിൽ പോയിട്ടുണ്ടല്ലോ. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ്? ഫാമിലി ഹെൽത്ത് ഒക്കെ കഴിഞ്ഞോ? ഫാമിലി ഹെൽത്ത് ഒക്കെ കഴിഞ്ഞപ്പം എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? കുട്ടികൾക്ക് കുറെ അസുഖങ്ങൾ ഉണ്ടാകും, അത് പ്രിവെന്റ് ചെയ്യാനുള്ളതും എന്തൊക്കെ മെഷേഴ്സ് ആണ് എടുക്കേണ്ടതെന്നുള്ളതും മെയിൻ ആയിട്ട് പറഞ്ഞുതരും. കുട്ടികളെ എങ്ങനെ നോക്കണം. നിങ്ങൾ ഈ പഠിക്കുമ്പം നിങ്ങൾക്ക് ഒരു ഓക്കെ, ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റിയിലും തജിക്കിസ്ഥാനില് ഇവിടുത്തെ ടീച്ചേഴ്സാണ് പഠിപ്പിക്കുന്നത്, അല്ലെ? ഇപ്പൊ പണ്ട് പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ്, ഇപ്പൊ നമ്മളായിക്കോട്ടെ, എല്ലാവരും ഇവിടുത്തെ ടീച്ചേഴ്സാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഇവിടുത്തെ ടീച്ചേഴ്സും ഈ ഇന്ത്യൻ ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്നതിലും എന്ത് വ്യത്യാസം നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ശരിക്കും? എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? നമ്മളെ നാട്ടുകാര്, നമ്മളെ ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഒരു കംഫർട്ടാണ്, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിക്കോട്ടെ. അതെ, നമുക്കൊരു പേടി വേണ്ട, അല്ലേ? മീൻസ് നമ്മളെ ജഡ്ജ് ചെയ്യോ അല്ലെങ്കിൽ ലാംഗ്വേജസ് അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല. അതായത് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും പറയുന്ന കാര്യങ്ങൾ. നമ്മൾ ഓൾറെഡി ഒരേ സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാരാണെങ്കിലും. ഓക്കെ, അങ്ങനെ. ഇപ്പൊ നമ്മൾ പഠിച്ചൊരു ടൈമിലാണെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്ക് തെറ്റാണോ അല്ലെങ്കിൽ നമ്മളെ ജഡ്ജ് ചെയ്യോ? ഇപ്പൊ ടീച്ചേഴ്സ് അത് മനസ്സിലാവോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? തജിക് ടീച്ചേഴ്സ് പ്രത്യേകിച്ച് എടുക്കുന്ന സമയത്ത് ആ ഒരു കോംപ്ലക്സ് ഉണ്ട്. ബട്ട് നമ്മുടെ ഇന്ത്യൻ ടീച്ചേഴ്സ് എടുക്കുമ്പോഴോ? ഇല്ല, വളരെ ഫ്രീ ആണ്, അല്ലേ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ത്യൻ സാർ ആരാണ്? ഷഫ്നിക്ക് ഏറ്റവും ഇഷ്ടം ആരാണ്? ഇത് ഇന്ത്യൻ ടീച്ചറായിട്ട് കണ്ട പ്രശ്നമാവല്ലേ? മഫൂമിക്ക് ഏറ്റവും ഇഷ്ടം പാത് സാറാണ്, അല്ലേ? മലയാളം അറിയില്ല, അല്ലേ? നല്ലപോലെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യും. പാത്സറും അങ്ങനെ തന്നെ, സിമിത് സാറും അങ്ങനെ തന്നെ. അപ്പൊ എന്ത് ഡൗട്ട്സ് എന്നാലും ഷഫ്നിക്ക് സമീർ സാറിനെയാണ് കുറച്ചും കൂടി ഇഷ്ടം, അല്ലേ? നമ്മൾ ഇവിടെ ഇന്ത്യൻ ബുക്സ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നാട്ടിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ഇവിടെ വേറെ യൂണിവേഴ്സിറ്റിയിൽ ഫ്രണ്ട്സ് ഒക്കെ കാണുമല്ലോ, അവരായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് പിടികിട്ടുന്നത്? അവർ ഇവിടുത്തെ സിലബസും നമ്മൾ പഠിക്കുന്നത് MSc പഠിക്കുന്നത് ഇന്ത്യൻ കരിക്കുലം. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്? നാട്ടിൽ പഠിക്കണമെന്നുള്ള ആഗ്രഹം വെച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഇവിടെ വന്ന് അതിന്റെ ആയ ഒരു സങ്കടം ഉണ്ടായില്ലേ. പക്ഷെ സാറുമാർ ഇന്ത്യൻ ഫാക്കൽറ്റീസ് ഉള്ളതുകൊണ്ട് അവര് നമുക്ക് ഇന്ത്യൻ കരിക്കുലം എടുക്കുന്നതുകൊണ്ടും നമുക്ക് ആ ഡിഫറൻസ് പറ്റുന്നില്ല. നാട്ടിലത്തെ പോലെ തന്നെയാണ് നമുക്ക് എടുക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ബാക്കി യൂണിവേഴ്സിറ്റീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അവരെക്കാളും നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കി യൂണിവേഴ്സിറ്റി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ സ്റ്റഡീസും നമ്മുടെ സ്റ്റഡീസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ഡിഫറൻസ് ആണ് ഫീൽ ചെയ്യുന്നത്? തജിക് ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് അവർ പറയും ഒന്നും മനസ്സിലാവുന്നില്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറയും. നമുക്കത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ എന്താണ് പഠിപ്പിക്കുന്നത് അതുപോലെ ഉണ്ട്, ആ ഒരു കംഫർട്ടും ഉണ്ട്. ദ എക്സാക്ട് തിങ് ഈസ് ലൈക്ക് ലാംഗ്വേജ്. അതൊരു വലിയ ബാരിയർ ആണ്, അല്ലേ? നമ്മുടെ ഇന്ത്യൻ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സമാധാനത്തോടെ ചോദിക്കാം, സർ വാട്ട് ഈസ് ദിസ്, ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ തന്നെ അവര് അതിന്റെ ഒരു എസെൻസ് നമുക്ക് പറഞ്ഞു തരും. അപ്പൊ അതാണ് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ മെറിറ്റ്, അല്ലേ? ഓക്കെ, അപ്പൊ ഈ സീനിയേഴ്സും ജൂനിയേഴ്സും ഒക്കെ ഇത്ര കമ്പനിയാണോ ഇവിടെ? സീനിയേഴ്സ് ജൂനിയേഴ്സ് ഒക്കെ ഇത്ര കമ്പനിയാണോ? പിന്നെ റാഗിംഗ് ഒന്നും ഇല്ലായിരുന്നോ? ഈ സീനിയേഴ്സ് റാഗ് ചെയ്തില്ലേ? സത്യം പറ മഫൂമ. പാരന്റ്സ് ഒന്നും ഇല്ലാണ്ട് നമ്മളിവിടെ വരുന്നത് നമുക്ക് സീനിയേഴ്സ് ഉള്ള ജൂനിയേഴ്സിന് നമ്മൾ വന്നപ്പോൾ ഞങ്ങൾ സീനിയേഴ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ നമ്മുടെ ജൂനിയേഴ്സിനെ. അപ്പൊ ഇനി വരാൻ പോകുന്ന ജൂനിയേഴ്സിനോട് ഇങ്ങനെ ആയിരിക്കോ?
ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റ്മോർട്ടം ഇപ്പൊ ഞാൻ റീസെന്റ് ഇപ്പൊ എല്ലാ കൺട്രീസിലും വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ എല്ലായിടത്തും ഡൈസെക്റ്റഡ് ഓർഗൻസ് ആണ് കൊടുക്കുന്നത്. അതായത് ഒരു ഡെഡ് ബോഡിയെ മുറിച്ച് ഓരോ പാർട്സ് ആണ് കാണിക്കുന്നത്. വിച്ച് മീൻസ് നമ്മുടെ അനാറ്റമി ലാബിലൊക്കെ ഫോർമാലിനിൽ ഇട്ട് വെച്ചേക്കുന്ന പാർട്സ് കണ്ടിട്ട് ഇതാണ് കാണിക്കുന്നത്. അപ്പൊ ലിറ്ററലി MSIT ഒരു ഡിഫറൻസ് എപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കഡേവർ കാണിക്കും അല്ലെങ്കിൽ ഒരു ഡെഡ് ബോഡിയെ കാണിക്കും എന്നുള്ളൊരു ഡിഫറൻസ്, മേജർ ഡിഫറൻസ് പറയുന്നുണ്ട്. ഒരു വലിയ കാര്യമാണ്. കാരണം ഒരു വിദേശ രാജ്യത്തിൽ അങ്ങനെ കിട്ടത്തില്ല അങ്ങനെ ഒരു ഫെസിലിറ്റി. അപ്പൊ ബാക്കി തജിക്കിസ്ഥാനിലെ വേറെ ഒരു യൂണിവേഴ്സിറ്റിയിലും കാണിച്ചിട്ടില്ല, ബട്ട് MSIT അത് കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ ഒരു ഡെഡ് ബോഡിയെ കാണുമ്പോൾ ഉള്ള ആ ഒരു പേടിയും ആ ഒരു എക്സൈറ്റ്മെന്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? നിങ്ങളെ അങ്ങനെ കാണിച്ചിട്ടുണ്ടോ? ഈ പറയുന്നത് പോലെയൊക്കെ തന്നെ ഈ കഡേവർ നിങ്ങളെ കാണിച്ചിട്ടുണ്ടോ? ഓട്ടോപ്സി കാണിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണോ അതിനെ കീറി മുറിച്ചത്? എല്ലാ ഓർഗൻസും നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണോ കാണിച്ചത്? അതോ നേരത്തെ മുറിച്ച് വെച്ച സാധനങ്ങൾ? അല്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞേ, എങ്ങനെയായിരുന്നു? അല്ലയുടെ മുഖത്ത് ആ ഒരു മിന്നി മറയൽ എക്സ്പ്രഷൻ. ഫ്രഷ് ഓർഗൻസ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് എന്താ പറയാ, ഫസ്റ്റ് ടൈം അല്ലേ നമ്മളത് കാണുന്നത്. അപ്പം അത് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം. ഓക്കെ ഡോക്ടർ ഓക്കെ, നമ്മള് പഠിക്കുന്ന സമയത്ത് നമ്മള് അറിയാം ഹ്യൂമൻ ബോഡിയിൽ ഹേർട്ട് ഉണ്ട്, ലിവർ ഉണ്ട്, എല്ലാം അറിയാം. നമ്മളൊരു ഡയഗ്രാമിൽ കാണുന്നുണ്ട്. ബട്ട് ആ ഡയഗ്രാമും ഒറിജിനൽ ആയിട്ട് ഒരു ഹ്യൂമന്റെ ഒരു ഹേർട്ടും കാണുമ്പം നിങ്ങൾക്ക് എന്താണ് ഫീൽ? വിഷമാണോ? തലകർക്കൊന്നും തോന്നിയില്ല? കുറെ പേർക്ക് തലർക്കോ ഛർദിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഷഫ്നയ്ക്കോ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഓരോ അവയവങ്ങൾ എടുത്തപ്പോ എക്സൈറ്റ്മെന്റ് ആയിരുന്നു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അതായത് നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡിയിൽ ഇത്രയും സംഭവങ്ങൾ ഉണ്ടോ? ഇത് എങ്ങനെ ഇതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതൊക്കെ കണ്ടോ? ഓരോന്നിങ്ങനെ മുറിക്കുമ്പോ അതാണിത്, ഇങ്ങനത്തെ ആയിരുന്നല്ലേ. അതെ, മീൻസ് ലൈക്ക് നമ്മളൊരു ഡമ്മിയിൽ പഠിക്കുന്നതും റിയൽ ബോഡിയിൽ പഠിക്കുന്നതിന്റെ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തോ? കാരണം ഡമ്മിയിൽ പഠിക്കുമ്പോൾ എന്നും എക്സാക്ട്ലി ഇറ്റ് വിൽ ബി സെയിം അല്ലേ? റിയൽ ബോഡിയിൽ പഠിക്കുമ്പോൾ ഓരോ ഹ്യൂമൻസിനും ഓരോ ഡിഫറൻസ് ആണ് ഉള്ളത് അല്ലേ? നമുക്ക് ഈ അഡ്മിഷൻ എടുക്കുന്ന സമയം ഉസ്ബെക്ക് പോകണോ തജിക്കിസ്ഥാൻ പോകണോ എന്നുള്ള നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് അവിടെ ഉസ്ബെക്ക് എടുക്കുകയും ചെയ്തായിരുന്നു. അപ്പോൾ പിന്നെ ക്ലിനിക്കൽസ് ഒക്കെ നോക്കിയപ്പോൾ ഏതാ നല്ലത് എന്നൊക്കെ നോക്കിയപ്പം തജിക്കിസ്ഥാനിൽ ഡെഡ് ബോഡി ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പം എബ്രോഡ് എല്ലാം ഉണ്ടാവും എന്നുള്ള നല്ല പേടി ഉണ്ടായിന്. ഇങ്ങോട്ടേക്ക് വരുന്നവരെ വന്നപ്പോഴും നമ്മൾ ഉണ്ടാവോ ഇല്ലേ എന്നുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിന്. പക്ഷെ വലിയൊരു കാര്യമൊന്നുമില്ല, അത് എബ്രോഡ് കണ്ടിട്ടില്ല. എനിക്കിപ്പം കിട്ടിയിട്ടില്ല. എനിക്കിപ്പോൾ 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിനിക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ പറഞ്ഞത്. ഞാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് ഉള്ളത്. നമ്മളിങ്ങനെ കണ്ട് നമ്മളിങ്ങനെ ജൂനിയേഴ്സിനോട് പറയും ഇങ്ങനെ ഉണ്ട് ഓട്ടോപ്സിക്ക് അങ്ങനെയൊക്കെയാണ്. നമ്മൾ കുറച്ച് ഭയങ്കര പ്രൗഡായിട്ട് പറയും. കാരണം നമ്മൾ എബ്രോഡ് പഠിക്കുമ്പോൾ ഒരിക്കലും ചിന്തിക്കുന്നുമില്ല, ആഗ്രഹിച്ചാലും കിട്ടുന്ന ഒരു സംഭവം എന്നല്ല. പക്ഷെ അത് വെച്ച് നമ്മൾ ഭയങ്കര പ്രൗഡുമാണ്, ലക്കിയാണ്. അത് നമ്മൾ ഈ തജിക്കിസ്ഥാനിൽ തന്നെ വേറെ യൂണിവേഴ്സിറ്റി പഠിച്ച ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ MSIT പഠിച്ചത് കൊണ്ടായിരിക്കാം നമുക്ക് അത്. അപ്പൊ ആ ഒരു രീതിക്ക് ഭയങ്കര ലക്കിയാണ്, പ്രൗഡാണ്. കുട്ടികളോട് ചോദിച്ചറിയാം. നമുക്കിപ്പോ എന്തായാലും ലേറ്റ് ആയി, ഹോസ്റ്റലിൽ കയറണ്ടേ? ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലത്. ഇപ്പൊ നമുക്ക് ലേറ്റ് ആയിട്ട് വന്നിട്ടാ. നമുക്കിപ്പം ചില സമയത്ത് നമ്മളിവിടെ വരുന്ന സമയത്ത് ഈ പുതിയ കുട്ടികള് ന്യൂ ബോൺ ചൈൽഡിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു വണ്ടികളൊക്കെ ഫുള്ളായിട്ട് അലങ്കരിച്ച്, ഒരു കല്യാണം നമ്മൾ വണ്ടി അലങ്കരിക്കില്ല, അതിനേക്കാളും അടിപൊളിയായിട്ട് അലങ്കരിച്ച് അവർ നെയിമൊക്കെ എഴുതി അവരുടെ ബലൂണും കാര്യങ്ങളൊക്കെ, അതൊരു ഭയങ്കര ഭംഗി അതൊന്ന് കാണാൻ വേണ്ടി. നമ്മളിപ്പോൾ പഠിക്കുന്ന സമയമാണെങ്കിലും നമ്മളൊരു സെക്കൻഡ് ഇയറിലൊക്കെ നമുക്ക് ഒത്തിരി കണ്ടിട്ടുണ്ട്. ഇവർ ലിമോസ് പോലത്തെ വലിയ വണ്ടിയിൽ ഈ കുട്ടികളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഫാമിലി ഫുള്ളായിട്ട്, ഒരു ജോയിൻറ്റ് ഫാമിലി ആയിരിക്കും. അപ്പോൾ ആ ഫാമിലി ഫുള്ളായിട്ട് അവർ ഈ കുട്ടിയെ ക്ഷണിക്കാൻ വേണ്ടി വരുന്നതും ഒരു ഫെസ്റ്റിവലായിട്ട് അവർ കാണുന്നതും എല്ലാം അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ കാണുന്നില്ലല്ലോ. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് കുട്ടി ജസ്റ്റ് അവരുടെ നമ്മളെന്താണോ കൾച്ചറിലോട്ട് പോകുന്നത്. ഇവിടെ അങ്ങനെയല്ല. കുട്ടിക്ക് റിലേറ്റീവ്സ് ആണെങ്കിലും ആൾക്കാരാണെങ്കിലും ഒത്തിരി ഗിഫ്റ്റ്സും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരികയും അവരൊരു വെൽക്കമിങ് ആയിട്ട് അവരൊരു സംഭവമായിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോവുക. അതൊരു അടിപൊളിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളൊരു കുഞ്ഞിലെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ, നമ്മുടെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് അടിപൊളിയായിട്ട് തോന്നും ആ ഒരു രീതിയിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങി 7A ഫ്രണ്ടിലെത്തി കൊണ്ടുപോകുന്നത്. ഇത് പുതിയതായിട്ട് വരുന്ന ഹോസ്റ്റലാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുതിയ ഹോസ്റ്റലായി വരുന്നത്. ഓൾറെഡി കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട്, അവിടെയൊക്കെ ആൾക്കാർ കൈ കാണിക്കുന്നുണ്ട്. പുതിയ ഹോസ്റ്റലാണ് വരുന്നത്.
ഇത് നമ്മുടെ ഒരു എക്സിറ്റിലോട്ട് നമ്മൾ പോകുന്നത്. നമ്മളിത് ഒരു വൺ സൈഡ് മാത്രം നമ്മൾ കറങ്ങിയിട്ടുള്ളൂ. ഇതേപോലെ സെയിം ആയിട്ട് ഒരു സൈഡും കൂടെ ഉണ്ട് ഇറങ്ങി. ഇത് 7A ഉണ്ട്, 6A ബിൽഡിംഗ് ഉണ്ട്. ഇത് ബാക്ക് സൈഡാണ്, ഇത് എമർജൻസി ആണ്. ഈ ഒരു എമർജൻസി ഇത് ആംബുലൻസും കാര്യങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇതൊരു എമർജൻസി, ഇത് എക്സിറ്റ് ആണ്. ഇത് വേറെ റോഡാണ്, 2 റോഡാണ് വരുന്നത്. എൻട്രി ഒരു റോഡും എക്സിറ്റ് ഒരു റോഡും. അപ്പൊ അത്രയും വലിയൊരു ബിൽഡിംഗ് ആണിത്, അത്രയും വലിയൊരു ഹോസ്പിറ്റലാണ്. 2 റോഡ് വരുന്ന ഹോസ്പിറ്റലാണ്. എക്സിറ്റ് വരുന്ന വേറെ റോഡിൽ എമർജൻസി ഇതുവഴി ഡിപ്പാർട്ട്മെന്റിൽ വന്ന് എൻ്റർ ചെയ്യുന്നു. 11 എന്ന് പറയുന്നത് നമ്മുടെ 9-1 എന്നുള്ള രീതിയിൽ 11ൽ വരുന്ന എമർജൻസിയാണ്. ആ എമർജൻസിയിലാണ് താഴെ ക്യാൻറ്റീനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഈ യൂണിവേഴ്സിറ്റി നമ്മൾ പുറത്തോട്ട് ഇറങ്ങുവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൈഡ് ടൂറും എത്ര ആംബുലൻസ് കിടക്കുന്നത് കാണുമ്പോൾ ഒരു നമുക്ക് ഒരു ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. നോക്കുമ്പോൾ തന്നെ ഇതാ ഇവിടെ തൊട്ട് നമ്മൾ നമ്മുടെ ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ തൊട്ട് നമുക്ക് ആംബുലൻസും കാര്യങ്ങളും പോകുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എത്ര ആംബുലൻസാണ് കിടക്കുന്നത്. എമർജൻസി ഫ്രണ്ടിൽ കിടക്കുവാണ്. പെട്ടെന്നൊരു എമർജൻസി വന്നാൽ ഇവര് പറന്നുപോയി എന്താണ് കാര്യം, ആക്സിഡൻസോ കാര്യങ്ങളോ നടക്കുകയാണെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എമർജൻസിയിൽ റെഡിയാക്കി നിർത്തിയിരിക്കുന്ന ആംബുലൻസ് ആണിത്. ഓക്കെ, അപ്പം നമ്മുടെ എത്ര ആംബുലൻസ് നമ്മുടെ നാട്ടിലും നമ്മൾ ഇത്ര ആംബുലൻസ് റെഡിയാക്കി നിർത്തിയിരിക്കുന്നത് നമ്മൾ കാണത്തില്ല. ഇത് മോർണിംഗ് ടൈം ആകുമ്പോൾ പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാനും പല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പല ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പം യൂണിവേഴ്സിറ്റീസിൽ നിന്ന് നമ്മുടെ മെയിൻ യൂണിവേഴ്സിറ്റീസിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനും ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനും ഇവിടുത്തെ നേച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നാട് പോലെയല്ല. ഓരോ സ്പെഷ്യാലിറ്റി, ഇപ്പൊ കുട്ടികൾക്കൊരു പ്രശ്നം വന്നാൽ ഒരു ഹോസ്പിറ്റലിൽ വന്നാൽ അവർ ഇങ്ങോട്ട് റെഫർ ചെയ്യും. നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യുന്ന പോലെ ഇവിടെ വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് അവരെ റെഫർ ചെയ്യും. അതുകൊണ്ടാണ് ഇത്രയും ആംബുലൻസും കാര്യങ്ങളും. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എന്തൊക്കെ വേണോ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിനാണെങ്കിലും പഠിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണോ അത്രയും ഫെസിലിറ്റീസും കാര്യങ്ങളും ഇസ്തിക്ലോൾ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഫുള്ളായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത് ആ ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എൻ്റർ ചെയ്ത ആ ബിൽഡിങ്ങിന്റെ ബാക്ക് സൈഡാണിത്. നമ്മൾ ഫ്രം 1 to 12 വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് സബ് ബ്രാഞ്ചസും ഉണ്ട്. 7A, 7B, 7C എന്ന് പറഞ്ഞ സബ് ബ്രാഞ്ചസും ഉണ്ട്. ഇവിടെ നമ്മുടെ സെക്യൂരിറ്റീസ് ഉണ്ട്. ഇവിടെ നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് അവരുടെ വൈറ്റ് കോട്ട് ഇടുമ്പോഴായിരിക്കും അവർക്ക് അകത്തോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. ബാക്കി അങ്ങനെ പുറമേ നമ്മളിപ്പം പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ ആസ് യൂഷ്വൽ നമ്മുടെ നാട് പോലെ തന്നെയാണ്